ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ DJI Osmo Action 4. അതായത് ഏറ്റവും പുതിയ മോഡൽ നമ്മുടെ DJIയുടെ ആക്ഷൻ ക്യാമറയാണ്. ഇതിൻ്റെ ഫസ്റ്റ് മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. 2 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ആക്ഷൻ 1 അല്ലെങ്കിൽ ഓസ്മോ ആക്ഷൻ ക്യാമറ. ഇതായിരുന്നു ഈ ഒരു ക്യാമറയ്ക്ക് ഫ്രണ്ടും ബാക്കും അന്നത്തെ കാലത്ത്, അതായത് 2 വർഷം മുമ്പ് ഫ്രണ്ടും ബാക്കും ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മുടെ ഗോപ്രോ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഡിസ്പ്ലേ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. ആ ഒരു സമയത്ത് ഫസ്റ്റ് ഇറക്കുന്ന ഇവരായിരുന്നു, അതായത് DJI ആയിരുന്നു ഫസ്റ്റ് ഫ്രണ്ട് ഡിസ്പ്ലേ വരുന്നത്. പക്ഷേ ഇതിനകത്തുണ്ടായിരുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഏതെങ്കിലും ഒരു സ്ക്രീൻ മാത്രമേ ഓൺ ആവത്തുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ ഓസ്മോ ആക്ഷൻ 4 ഇതിനു മുമ്പ് 3 ഉണ്ടായിരുന്നു. 3 ഞാൻ മേടിച്ചിട്ടില്ല. 1 കഴിഞ്ഞ് നേരെ ഞാൻ സ്കിപ്പ് ചെയ്ത് 4 കൊണ്ടുവന്നിരിക്കുന്നത്. 4 എന്ന് പറയുന്ന ഈ മോഡൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10 തൊട്ട് 11 ദിവസം മാത്രമായിട്ടുള്ളൂ അവർ ലോഞ്ച് ചെയ്തിട്ട്. ഏകദേശം ഇവിടെ കടകളിലെല്ലാം ചോദിച്ചിട്ട് ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നോക്കിയപ്പം ആമസോണിൽ അവൈലബിൾ ആയിരുന്നു. ഏകദേശം 47,748 രൂപ ഇതിന് റേറ്റ് വരുന്നുണ്ട്. അഡ്വഞ്ചർ കിറ്റാണ് ഈ വരുന്നത്. ഞാൻ രണ്ടിൻ്റെയും ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. നമുക്ക് ഇതിലൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അഡ്വഞ്ചർ കിറ്റിനകത്ത് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കറ്റാണ്. ടടാ, യെസ്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ കോംബോയാണ് നമുക്ക് ഈ വരുന്നത്. പെട്ടെന്നൊന്ന് തുറന്ന് വയ്ക്കാം. ഓക്കെ, ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കാം. പീൽ ഓഫ് ചെയ്താൽ മതിയായിരുന്നു. തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ബോക്സ് ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഒരെണ്ണം ഓസ്മോ ആക്ഷനും ഒരെണ്ണം അതിൻ്റെ ആക്സറീസും. ഏതായാലും നമുക്ക് മെയിൻ അതിൻ്റെ ആക്സസറീസിനല്ല, ആദ്യം ഓസ്മോ ആക്ഷൻ ഒന്ന് എടുക്കാം. ഓപ്പൺ ചെയ്യാണ്. ടടാൻ ടടാൻ, യെസ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ വലിച്ചപ്പം വരുന്നത് ക്യാമറയാണ്. അപ്പോൾ ക്യാമറ തന്നെ നമ്മൾ ആദ്യം എടുക്കുന്നു. ഇവനാണ് ഐറ്റം. ഫസ്റ്റ് ഇവരൊന്ന് പെട്ടെന്ന് തുറക്കാം. ടടാൻ ടടാൻ, യെസ്. ഈ വാ, വേണ്ടേ, അടിപൊളി ഒരു കുഞ്ഞൻ ക്യാമറ. ടാ ടാ. ഏതായാലും കൊള്ളാം സംഗതി. നോക്കിയിട്ട് ഇതിന് വെയിറ്റ് ഇല്ല, എനിക്കൊന്ന് ബാറ്ററി ഇല്ലായിരിക്കും. നമ്മൾ ഈ പ്രൊട്ടക്റ്റീവ് കവർ ആദ്യം ഒന്ന് മാറ്റുന്നു. യെസ്, നമ്മുടെ ഓസ്മോ ആക്ഷൻ 4. അപ്പോൾ ഇതിനകത്ത് ഈ സൈഡിൽ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് ബാറ്ററിയുടെ ഞാൻ തോന്നുന്നു. യെസ്, ബാറ്ററി. പിന്നെ നമ്മുടെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ളതും, പിന്നെ ഈ സൈഡിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോർട്ടുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. തൽക്കാലം ഇവരൊന്ന് മാറ്റി അടുത്തെടുത്ത് നോക്കാം. ഇതിൻ്റെ കവറാണ് വരുന്നത്, അതായത് ഇതിൻ്റെ കേസാണ് വരുന്നത്. അതും അതിൻ്റെ മൗണ്ട് ആക്സസറീസും ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇതിൻ്റെ മെയിൻ കേസാണ് വരുന്നത്. കേസിലോട്ട് നമുക്ക് ഇടാം. ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഇരിക്കട്ടെ. 2 മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസ് വരുന്നുണ്ട്. ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സി പോലത്തെ ഒരു ഷേപ്പിൽ വരുന്ന ടൈപ്പും. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും എടുക്കാനും കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓസ്മോ ആക്ഷൻ 2 തൊട്ട് വന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാക്കേജിനകത്ത് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഒരു ആക്സസറീസ് ഇതിനകത്തുണ്ട്. ഈ ഒരു ആക്സസറീസ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോഴത്തേക്കും സിലിക്ക ജെല്ല് കാണാം. C2C നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. വാവ്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഗതി കൊള്ളാം. 2 കണക്റ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. സൈസിന് ചെറിയ വ്യത്യാസം, ഇച്ചിരി വലിപ്പം കൂടിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുന്നത്. ഓക്കെ, അത് 2 ഞാൻ അങ്ങോട്ട് മാറ്റി. പിന്നെ വരുന്ന മെയിൻ ഐറ്റം, അത് ഈ അഡ്വഞ്ചർ കോംബോയിൽ മാത്രം കിട്ടത്തുള്ളൂ. ബാറ്ററിയുടെ ഒരു കേസാണ് വരുന്നത്. അതായത് ഈ ഒരു കേസിനകത്ത് 3 ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഈ വർഷം ഈ കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു ക്യാമറയാണ്. DJIയുടെ നല്ല കിടുക്കൻ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ബാറ്ററീസ് നമുക്ക് കാണാൻ സാധിക്കും. ചാർജ് മോശമാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഗ്രീൻ ആണെങ്കിൽ ഫുൾ ചാർജാണ്. ഏതായാലും ഇവരെ നമുക്ക് ആദ്യം ചാർജ് ചെയ്യണം. ഇവിടെ ഒരു C ടൈപ്പ് പോർട്ടുണ്ട്. ഇതിൽ കണക്ട് ചെയ്താണ് ചാർജ് ചെയ്യുന്നത്. ഇതും ഞാൻ തൽക്കാലം മാറ്റി. ഇനി ഇതിനകത്തുള്ളത് ഒരു സ്റ്റിക്കാണ്. ഒരു 1.5 മീറ്റർ വരുന്ന ഒരു സ്റ്റിക്കാണ് വരുന്നത്. ഇതും കൂടെ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. യെസ്, അങ്ങനെ കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു സ്റ്റിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. DJIയുടെ തന്നെ ആയതുകൊണ്ട് വലിയ വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങോട്ട് എത്തുന്നില്ല. യെസ്, ഇത്ര നീളമുള്ള സ്റ്റിക്കാണ്. ഏതായാലും സ്റ്റിക്ക് അടിപൊളിയാണ്. ഇനി നമുക്ക് ഇത് വെച്ച് ഇവിടെയല്ല നമ്മുടെ കളി നടത്താൻ പോകും. നമുക്ക് ഔട്ട്സൈഡിൽ ഇറങ്ങി വെട്ടത്തിൽ നമ്മുടെ പരിപാടി നോക്കാം. ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇതാരും സ്പോൺസർ ചെയ്തതല്ല. ഏതായാലും ഞാൻ കയ്യിലെ കാശ് കൊടുത്ത് ആഗ്രഹം കൊണ്ട് മേടിച്ചതാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ താഴെ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രൂ ഉണ്ട്. നമുക്കിത് എവിടെയെങ്കിലും മൗണ്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കട്ടെ. ആദ്യം തന്നെ ഇതൊന്ന് ചാർജ് ചെയ്ത് വെച്ചും വരാം. അപ്പോൾ ഈ ക്യാമറയുടെ കുറച്ച് ചെറിയ വിശേഷങ്ങൾ കൂടെ നമുക്കൊന്ന് അറിഞ്ഞേക്കാം. അതായത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ സെൻസർ 1/1.3 ഇഞ്ചാണ് വരുന്നത്. ഇത് അതേ സ്ഥാനത്ത്
നമ്മുടെ ഹീറോ 11 വരുന്ന സമയത്ത് 1/1.7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ കാര്യം 10 ബിറ്റ് കളർ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ നല്ല അതായത് നല്ല ഫ്രീസിംഗ് ഒക്കെ, അതായത് നല്ല തണുപ്പുള്ള ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിലും ബാറ്ററിയുടെ ലോങ് ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. 4K റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ 4K 120 ഫ്രെയിംസ് നമുക്ക് കിട്ടുന്നുണ്ട്. നോർമൽ ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. പിന്നെ വൈഡ് ആംഗിളാണ്, 155 ഡിഗ്രി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ക്യാമറ നമുക്ക് ക്വിക്കായിട്ട് റിലീസ് ചെയ്യാൻ സാധാരണ നമ്മൾ മൗണ്ടിങ്ങിൽ നേരെ ഇങ്ങനെ വെച്ച് മൗണ്ട് ചെയ്യുന്നതിന് പകരം തിരിച്ച് നമുക്ക്, അതായത് റീൽസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് വളരെ ഉപകാരത്തോടെ നമുക്ക് പെട്ടെന്ന് തിരിക്കാനൊക്കെ സാധിക്കും. അതിന് മൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, അതായത് സ്ക്രൂ മൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. 360 ഹൊറൈസൺ സ്റ്റഡി ഉണ്ട്, നമുക്ക് 45 ഡിഗ്രിയുടെ ഇതും വരുന്നുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് 18 മീറ്റർ ആണ് വരുന്നത്. ഏതായാലും എനിക്ക് വലിയ അണ്ടർ വാട്ടറിൻ്റെ ഒന്നും പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് വലിയൊരു ആവശ്യം വരുന്നില്ല. പിന്നെ ഡ്യുവൽ ടച്ച് സ്ക്രീൻ, ഇത്തരം കാര്യങ്ങൾ നല്ല അടിപൊളിയാണ്. ഏതായാലും ഈ കാണിച്ച ആക്സറീസ് എല്ലാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു. നമ്മുടെ ക്യാമറ ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇട്ടേ പറ്റത്തുള്ളൂ. ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് മേലോട്ടാണ്. യെസ്, ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ കേസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി കേസ് വരുന്നത്. ഈ ഒരു കേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ടൈമിൽ തന്നെ 3 ഒന്നിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ നമ്മളൊരു ബാറ്ററി എടുത്തു, ഈ ബാറ്ററി തീർന്നു കഴിഞ്ഞ് ഇതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചാർജ് ആവുന്ന പരിപാടിയില്ല. ബാറ്ററിയുടെ ചാർജ് അറിയാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ലൈറ്റ് കെട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എത്ര ചാർജ് ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, പ്രസ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം ഈ ബാറ്ററി ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇതിങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓൺ ആക്കാം. യെസ്, ആദ്യം തന്നെ നമ്മുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പം DJI മിമോ സെലക്ട് ചെയ്തു. അതിനകത്ത് ഡിവൈസ് കണക്ട് ചെയ്യാണ്. സെർച്ചിങ്, ഓക്കെ, അതിനകത്ത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. യെസ്, അതിപ്പം അപ്ഡേറ്റ് ആയി കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അക്സെപ്റ്റ് കൊടുത്തു. എഗ്രി, യെസ്, അലോ ആക്സസ്, ലോഗിൻ. യെസ്, ആക്ടിവേറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഇതിപ്പം ഓണും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഈ ഒരു ക്യാമറ ബാറ്ററി ഒക്കെ ഇട്ടു എല്ലാം സെറ്റായി നിങ്ങൾ കണ്ടായിരുന്നു. നമ്മുടെ ഫോണിലോട്ട് കണക്ഷൻ കൊടുത്തതും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് തന്നിട്ട് നോക്കാം. ഞാൻ ഓൺ ചെയ്യാണ്. യെസ്, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം ഇത് കണ്ടോ, SD കാർഡ് സ്പീഡ് സ്ലോ. അതായത് ഞാനകത്ത് ഒരു സാധാരണ SD കാർഡാണ് ഇട്ടിരിക്കുന്നത്. ആ സാധാ SD കാർഡിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി ഇതിനകത്തുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസും നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. അതായത് സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഗോപ്രോയെ കഴിഞ്ഞ് കുറേ കൂടെ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് കുറേ കൂടെ സ്മൂത്തായിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് അതേ സ്വൈപ്പ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ടച്ചിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. ഞാൻ കൂടുതലും വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന 180p ആണ്, ഫുൾ HD 60 ഫ്രെയിംസിലാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ടും ബാക്കും ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിലത്തെ ടച്ച് സ്ക്രീൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്കിലത്തെ സ്ക്രീൻ ലോക്കായി. ഇനിയിപ്പോൾ ഇത് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ഫ്രണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്രീൻ ലോക്കായി. ഒന്നുകൂടെ ടച്ച് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും എനിക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടോണം, എനിക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം ചെയ്യാം. ഏത് വേണം കണ്ടോ, ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ടച്ച് സ്ക്രീൻ എനിക്ക് ഒരു രക്ഷയില്ലെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടച്ച് സ്ക്രീനായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റെസൊല്യൂഷൻ ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. 180 60 ഫ്രെയിംസ് ആണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ HB എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റെബിലൈസിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും എന്തേരം നമുക്ക് കിട്ടുന്നു. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൈഡ് കിട്ടും. റോക്ക് സ്റ്റഡി അത്യാവശ്യം സ്റ്റെബിലൈസിങ് വേണമെന്നുണ്ടെങ്കിൽ റോക്ക് സ്റ്റഡി ഇടാം. റോക്ക് സ്റ്റഡി പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ക്രോപ്പ് വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോണം, ഫ്രെയിം ഒന്ന് കുറയുന്നുണ്ട് കണ്ടോ, ഒന്ന് ക്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോപ്പ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ചെരിക്കുന്ന സമയത്ത് വീഡിയോയും ചെരിയുന്നുണ്ട്. അതിന് നമുക്ക് അടുത്ത് വരുന്നതാണ് ഹൊറൈസൺ ബാലൻസ്. ഇതൊരു 45 ഡിഗ്രി വരെ നമ്മുടെ ക്യാമറ ചെരിയത്തില്ല, അത് കഴിഞ്ഞാൽ പിന്നെ ചെരിയും. അതിൻ്റെ അടുത്ത മോഡാണ് ഹൊറൈസൺ സ്റ്റഡി. അത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഇതാകുന്നുണ്ട്, അകത്തോട്ട് കയറുന്നുണ്ട് കണ്ടോ, ഒന്ന് സൂം ആകുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്യാമറ ചരിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഇമേജ് കറക്റ്റ് അതുപോലെ ഇരിക്കത്തുള്ളൂ. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോപ്രോയ്ക്കകത്തൊക്കെ വന്ന ആ ഒരു മോഡൽ, അതായത് 360 ഡിഗ്രി നമ്മുടെ ക്യാമറ തിരിച്ചെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തലകുത്തി തിരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് സ്റ്റഡി ആയിട്ടിരുന്നോളും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ അതിപ്പോൾ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്.
ഓക്കെ, ഇത്ര തന്നെയാണ് മെയിനായിട്ട് അതിൻ്റെ സെറ്റിങ്സ് പറയാം. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ വേറെ പറയത്തക്ക വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അതേ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സൂം ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഹോൾഡ് ചെയ്ത് പിടിച്ചാലേ വരത്തുള്ളൂ. കണ്ടോ, നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂം ചെയ്താലും ഡിജിറ്റൽ സൂമാണ്, വലിയ കാര്യമായിട്ടുള്ള സംഭവം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഏതായാലും ഫ്രണ്ടും ബാക്കും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഇനി നമുക്ക് അടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഒരു സ്റ്റിക്ക്, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ ഓസ്മോ ആക്ഷൻ 2 തൊട്ടാണ് ഇത് വരാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റിക്കിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സ്ക്രൂ മൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, നേരെ കൊണ്ട് വെക്കുക, തീർന്നു. ഇത് വലിച്ചു തുറക്കുന്നല്ല, ഇത് ഊരി ഇനി പോരത്തില്ല. ഇത് പോരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 2 ബട്ടൺ പ്രസ് ചെയ്യുക, ഇത് ഊരി എടുക്കുക. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം, തീർന്നു. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എക്സ്റ്റൻഷൻ 1.5 മീറ്റർ ലെങ്ത് ഉണ്ട്. ഈ ഒരു നീളം വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത്ര നീളം നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല വൈഡ് വ്യൂസ്, അതായത് നമ്മുടെ ചുറ്റുമുള്ള വ്യൂസും എല്ലാം കൂടി നമുക്ക് എടുക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു റോഡ് നല്ലതാണ്. പക്ഷേ ചില സമയത്ത് ഇത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെറിയൊരു ബാഗിനകത്തൊക്കെ ഇത്രയും വലിയ, അതായത് ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാനായാലും പറ്റത്തില്ല, ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു ബാഗിലൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു കാര്യത്തിൽ, മാറി ഇടാനുള്ളൊരു കാര്യത്തിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിനൊരു കേജും കൂടെ വരുന്നുണ്ട്. ഈ ഒരു കേജ് ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേജാണ് വരുന്നത്. ഈ കേജിനകത്തോട്ട് നമുക്ക് ക്യാമറ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ഇവിടെ മേളിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായിട്ടിരുന്നോളും. ഇതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ, കാരണം ഇതിൻ്റെ മാഗ്നറ്റ് ഇവിടെ പുറത്താണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം റീൽസിനൊക്കെ വേണ്ടിയുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി ഭയങ്കര ഉപകാരമായിരിക്കും നമുക്കിതുകൊണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഒരു കാര്യം കൂടെ, അതായത് ഇതിൻ്റെ ബാറ്ററിയുടെ കേസ്, ഇത് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. ഈ ബാറ്ററിയുടെ കേസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീച്ചർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോർട്ടബിൾ ചാർജർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഞാൻ പറയത്തില്ല, പക്ഷേ ക്യാമറയുടെ ബാറ്ററി ഇതിനകത്ത് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് വേറെ ഏത് ഡിവൈസും ചാർജ് ചെയ്യാൻ സാധിക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ 3 ബാറ്ററി വരുന്നുള്ളതുകൊണ്ട് ഓരോ ബാറ്ററി തീരുന്നതിനനുസരിച്ച് ഇതിനകത്ത് കൊണ്ടുവച്ചാൽ മതി. കൊണ്ടുവച്ചാൽ സ്വന്തമായിട്ട് ചാർജ് ആകത്തില്ല, പക്ഷേ നമുക്ക് തീരുന്നതനുസരിച്ച് അടുത്തെടുത്തിടാം, മറ്റേ ഇവിടെ കൊണ്ടുവയ്ക്കാം. അങ്ങനെ 3 ബാറ്ററി അറ്റ് എ ടൈം നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള റെക്കോർഡിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. കുറച്ച് നേരത്തെ യൂസിങ് മാത്രം വന്നിട്ടുള്ളൂ. ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടി ഇതും ഗോപ്രോയും വെച്ച് കമ്പയർ ചെയ്ത് നമുക്കൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ മറക്കാതെ കാണണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടേക്കുക, കാരണം ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. മൈക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ട ഇതിൽ C ടൈപ്പ് പോർട്ട് മേടിക്കാൻ കിട്ടും, അത് കൊടുക്കാം. ഓസ്മോയുടെ തന്നെ, അതായത് ഓസ്മോയുടെ തന്നെ ഒറിജിനൽ കിട്ടും, പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാൻ സാധാരണ ഒരു C to 3.5 മേടിച്ചു. ഒരു TRS to TRRS കേബിളും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഇതിൽ 2-3 വീഡിയോസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ പ്രോപ്പർ ഔട്ട്പുട്ട്, അതായത് ഇതിൽ ഞാൻ കാണിക്കുന്ന വീഡിയോസിനകത്ത് ഒന്നും സൗണ്ടിൻ്റെ വേറെ അഡീഷണൽ മൈക്കോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. എങ്ങനെയുണ്ട് ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് നടക്കുന്നത്. വെട്ടവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് വേറെ ഒരു മാറ്റവും വരുത്തിയിരിക്കുന്നത് നമ്മുടെ 45 ഡിഗ്രിയുടെ ചെരുവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുൾ HD ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് 4K കാര്യങ്ങളൊന്നുമല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വൈഡാക്കി കാണിച്ചു തരാം. യെസ്, ഇത്രയും ഒരു ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വൈഡ് ഏരിയ കാണാൻ പറ്റും. ഇനി രാത്രിയിലത്തെ വിഷ്വൽസും കൂടെ നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇങ്ങനെ കുലുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ കുലുക്കി താത്തും പൊക്കിയും നമ്മളിപ്പോൾ ഒരു കൈയൊക്കെ പിടിച്ച് ഓടി നടന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കും. ഏതായാലും എനിക്ക് നല്ല രീതിക്ക് എന്നെ കണ്ട് സംസാരിക്കാനായാലും പറ്റുന്നുണ്ട്, അത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനിപ്പോൾ ഏതായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അത് നിങ്ങൾ മിസ് ചെയ്യരുത്, ഉറപ്പായിട്ടും കാണണം. അത് കണ്ടിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം. ലോ ലൈറ്റിൽ പെർഫോമൻസ് പക്കായാണെന്നാണ് കേട്ടത്, നല്ല അടിപൊളിയാണെന്നാണ് കേട്ടത്. പക്ഷേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായിട്ടുള്ളത്, രാത്രി 10 മണിയാണ്. നമുക്കൊന്ന് ചുമ്മാ പുറത്തോട്ടൊന്ന് ഇറങ്ങാം. അപ്പം ഇവിടെ ഇപ്പം ഈ ഇരിക്കുന്ന ഒരു ലൈറ്റ് മാത്രം, ഫ്രണ്ടിൽ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ പുറത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്ത് എങ്ങനെയുണ്ട് നമുക്കിത് കാണാനെന്നൊക്കെ ഉള്ള ജസ്റ്റ് നോക്കാം. ഇപ്പോൾ എൻ്റെ മുഖം എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ലൈറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയൊരു വെട്ടം നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റിൻ്റെ ഇതുകൊണ്ട് കാണാൻ സാധിക്കും. സൗണ്ട് നമ്മൾ കേൾക്കുന്നത് ഓസ്മോയുടെ ആക്ഷൻ ക്യാമറയിൽ വരുന്ന ഇൻബിൽറ്റ് മൈക്കിൻ്റെയാണ് നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നത്. പുറത്ത് വേറെ ഒരു സൗണ്ടും ഇല്ല. ഒന്ന് വൈകിട്ടാക്കാം. യെസ്,
അപ്പം സൗണ്ടിൻ്റെ കേസ് കേട്ടിൽ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു, സൗണ്ട് ഓക്കെയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരുപാട് കയറി വരുന്നുണ്ട്. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു നെഗറ്റീവ് പറയാനുള്ളൂ. ഇതിന് ഇൻട്രഡക്ഷൻ ഉണ്ട്, ഇൻട്രഡക്ഷൻ ഓണാക്കി ഇട്ടാൽ പോലും ചെറിയ വിൻഡിൻ്റെ സൗണ്ട് കയറി വരുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു ക്യാമറ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അഡ്വഞ്ചർ കോംബോ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു രണ്ടിലെയും വ്യത്യാസം ഏകദേശം ഒരു 8,000 രൂപ 9,000 രൂപയുടെ വ്യത്യാസം ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡിനും ഈ പറയുന്ന അഡ്വഞ്ചർ കോംബോയിലും. സ്റ്റാൻഡേർഡിന് വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ക്യാമറയും കാര്യങ്ങളും മാത്രം അതിനകത്തുള്ളൂ, വേറെ ഒരു ആക്സസറീസും നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല. മൗണ്ട് ചെയ്യാനുള്ള മൗണ്ടൊക്കെ കിട്ടും, പക്ഷേ ഈ സ്റ്റിക്കോ ചാർജിങ് കേസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. അപ്പം കുറച്ചൊരു ഞാൻ നോക്കിയപ്പോൾ സ്റ്റിക്കിന് മാത്രം ഏകദേശം 5,000 സംതിങ് രൂപ വില വരുന്നുണ്ട്. ചാർജിങ് കേസ് നോക്കിയപ്പോൾ ഏകദേശം 10 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ കൂടി ഒരു അഡ്വഞ്ചർ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പക്ക ലാഭമായിരിക്കും. ഏതായാലും ഉടനെ തന്നെ രണ്ടിൻ്റെ കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക, നമുക്ക് കാണാം.